ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിത്ര എന്ന ഒരു കന്നഡ മൂവിനെ കുറിച്ചിട്ടാണ്. പോലീസുകാരിയായ നായികന്റെ ജീവിതത്തിലുണ്ടാവുന്ന കുറെ സംഭവങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു വലിയ അപ്പാർട്ട്മെന്റ് കാണിക്കുവാണ്. ഇപ്പൊ അവിടുത്തെ സെക്യൂരിറ്റി അവിടുത്തെ CCTV കൺട്രോൾ റൂമിലേക്ക് വന്നിട്ട് CCTV എല്ലാം ഓഫ് ആക്കുന്നു. എന്നിട്ട് ആ അപ്പാർട്ട്മെന്റിൽ താമസമൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ഫ്ലാറ്റിൽ കയറി TV എല്ലാം വെച്ച് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുവാണ്. അത് കഴിഞ്ഞ് അയാൾ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്ത് വെള്ളം വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുവാണ്. ഈ സമയം അയാൾ അവിടെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ആ സീനോടെ കട്ടാവുകയാണ്. അടുത്ത സീനിൽ നമ്മുടെ നായികയായ ഇന്ദ്രിയനെ കാണിക്കുന്നു. ഇവളൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. നായകൻ ഇപ്പൊ സീനിയർ ഓഫീസർ വിളിച്ചിട്ട് പറയുകയാണ്, ഇതുവരെ 5-8 വീട്ടില് കള്ളന്മാര് കയറി, ആ കേസ് സോൾവ് ചെയ്യാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സോ എത്രയും വേഗം അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്നൊക്കെ അയാൾ പറയുക. അതുപോലെ തന്നെ ഇതേ സമയത്ത് അയാളെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരാൾ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കേട്ടിട്ടുണ്ട്. സൂയിസൈഡ് ആവാനാണ് ചാൻസ്. സോ നിങ്ങളൊന്ന് പെട്ടെന്ന് പോയി നോക്കി വേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം തീർത്ത് അതൊന്ന് ഒതുക്കാൻ നോക്ക്. ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ നായികയാണെങ്കിൽ കൂടെ ഒരു പോലീസുകാരനെ വിളിച്ചുകൊണ്ട് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. ഈ അപ്പാർട്ട്മെന്റ് ആയിരുന്നു മൂവിയുടെ തുടക്കത്തിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ആ സമയത്ത് ആ സെക്യൂരിറ്റി അവിടെ എന്തോ കണ്ടു ഞെട്ടുന്നുണ്ടായിരുന്നല്ലോ. അതിൽ വ്യക്തി തൂങ്ങി മരിച്ചിരിക്കുന്നത് കണ്ടിട്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി നമ്മുടെ നായിക ആ സ്പോട്ടെല്ലാം പോയി നോക്കുവാണ്. അതിൽ അവിടെയുള്ള സെക്യൂരിറ്റിനോട് ഈ മരിച്ചിരിക്കുന്ന ആരാണെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അവർക്ക് അറിയില്ല എന്ന് പറയുകയാണ്. ശരി, ബോഡി ആദ്യം കണ്ടതാരാ? അപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റികള് ആ ബോഡി കണ്ട സെക്യൂരിറ്റിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ശരി, എങ്ങനെയാണെങ്കിൽ അയാളോട് എത്രയും വേഗം എന്നെ വന്ന് കാണാൻ പറയാൻ ഈ സമയത്ത് നായിക പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നായിക അവിടുത്തെ CCTV എല്ലാം ചെക്ക് ചെയ്യുവാണ്. ഈ സമയം അപ്പാർട്ട്മെന്റിന്റെ കുറച്ച് ആൾക്കാരും അതിലെ ആ സെക്യൂരിറ്റിയും കൂടി നായികനെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അങ്ങനെ ഇപ്പൊ നായിക അവരോട് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പൊ സെക്യൂരിറ്റി നടന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം കേട്ട നായിക, ശരി ഭക്ഷണം കഴിക്കാൻ പോയ നിങ്ങൾ എന്തിനാ CCTV കട്ടാക്കിയിട്ട് പോയെന്ന് ചോദിക്കുവാണ്. മാഡം, ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചു നേരം TV കണ്ടുകൊണ്ട് കഴിക്കാന്ന് വിചാരിച്ചു. അതങ്ങനെ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അറിഞ്ഞ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ CCTV കട്ടാക്കി എന്നൊക്കെ ഈ സമയത്ത് അയാൾ പറയുകയാണ്. സെക്യൂരിറ്റി പറയുന്ന എല്ലാം സത്യമാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് നായിക സെക്യൂരിറ്റിനോട് പൊക്കോളാൻ പറയുന്നു. അതിനുശേഷം നമ്മുടെ നായിക അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിനോട് ആ മരിച്ച ആളെ പറ്റി സംസാരിക്കുകയാണ്. ഈ സമയത്ത് അയാൾ പറയുകയാണ്, ആ മരിച്ചുപോയ വ്യക്തിയുടെ പേര് പ്രശാന്ത് എന്നാണ്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകളെല്ലാം സീലാക്കി തരുന്നത് അയാളായിരുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞ അയാളെ പറ്റി അറിയുന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ നായിക അവരെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നായിക അവളുടെ സീനിയർ ഓഫീസറെ കണ്ടിട്ട്, സാർ എനിക്ക് ആ കേസിൽ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്, സോ ഞാനൊന്ന് അന്വേഷിച്ചോട്ടും ചോദിക്കുവാണ്. ശരി, അധികം ലാഗായി പോവില്ലെന്ന് ഈ സമയത്ത് സീനിയർ ഓഫീസർ പ്രത്യേകം പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായിക ഓഫീസിലിരിക്കുമ്പോൾ അവളുടെ അസിസ്റ്റന്റ് ഇതാ മരിച്ച ആളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നാണെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ പേഴ്സും ഫോൺ എല്ലാം കൊണ്ടേ കൊടുക്കുവാണ്. അങ്ങനെ ഇപ്പൊ നായിക അതെല്ലാം ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഫോണിന്റെ സിം ഊരിയിട്ട് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് വന്ന കോൾസ് ഒക്കെ ട്രേസ് ചെയ്യാൻ പറഞ്ഞ് അത് കൊടുക്കുവാണ് പോലീസുകാരന്. അങ്ങനെ ഇപ്പൊ കോൾ ലിസ്റ്റ് എല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ആയിട്ട് അയാൾ വിളിച്ചിരിക്കുന്നത് മണി എന്ന് പറയുന്നൊരു വ്യക്തിനെയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക മണിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഇപ്പൊ അയാൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയ നമ്മുടെ നായികയാണെങ്കിൽ അയാളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നേരെ അവിടേക്ക് എത്തുവാണ്. എന്നാൽ അവിടെ എത്തി നായിക മനസ്സിലാക്കുവാണ് അയാൾ ഇപ്പൊ ഇവിടേക്ക് വരാറില്ല എന്ന്. എന്നാൽ അവിടെ അന്വേഷിക്കുന്ന സമയത്ത് നായിക മറ്റൊരു കാര്യം മനസ്സിലാക്കുവാണ്. മണിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് ഗുണ്ടു എന്നാണ്. ഒരുപക്ഷെ ഗുണ്ടുവിനോട് ചോദിക്കുവാണെങ്കിൽ മണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്ന്. അങ്ങനെ പിതറിഞ്ഞ നായിക ഗുണ്ടുവിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ കൂടുതൽ സമയം ഒരു ബാറിലായിരിക്കും മനസ്സിലാക്കുന്ന നമ്മുടെ നായിക നേരെ അങ്ങനെ ആ ബാറും അന്വേഷിച്ച് കണ്ടെത്തി അവിടേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെ വെച്ച് ആ വ്യക്തിനെ മീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് അവനോട് മണിനെ പറ്റിയും അതുപോലെ മരിച്ചുപോയ പ്രശാന്തിനെ പറ്റിയെല്ലാം നായിക ചോദിക്കുന്നു. പ്രശാന്തിനെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല, മണിനെ പിന്നെ ഞാൻ കണ്ടിട്ട് കുറെ നാളായി, അവനിപ്പോ എവിടെയുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെയാണ് ഈ സമയത്ത് ഗുണ്ടു പറയുന്നത്. എങ്ങനെ നുണയാണെന്ന് ഞാൻ കണ്ടെത്തിയ ഞാനൊരു വരവും കൂടി ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായിക ഈ സമയത്ത് അവനൊരു വാണിംഗും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ നായികന്റെ സീനിയർ ഓഫീസർ നായികനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായിക അങ്ങനെ ആ ബാറിൽ പോയി അന്വേഷണം എല്ലാം നടത്തിയ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ പോലീസുകാരൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അയാളെ നായികനെ വഴക്ക് പറയുകയാണ്. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പോലീസുകാരെ കേസ് ഇങ്ങനെ വലിച്ചു നീട്ടുവാണെന്നും പറഞ്ഞുകൊണ്ട് പല പരാതികളും വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് സൂയിസൈഡ് ആണെന്നും പറഞ്ഞിട്ട് തീർക്കാനുള്ള ഒരു കേസ് നീ ഇങ്ങനെ ഇട്ട് വലിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, അവിടെ പോയിട്ട് അന്വേഷണം നടത്താനായിട്ട് നിനക്കാരെ പെർമിഷൻ തന്നെ? നിന്റെ സീനിയർ ഓഫീസർ ഞാനല്ലേ, എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോ? ഇങ്ങനെയെല്ലാം പറഞ്ഞ് കുറെ വഴക്ക് പറഞ്ഞ് നമ്മുടെ നായികനെ അവിടുന്ന് അയാൾ പറഞ്ഞു വിടുവാണ്. അങ്ങനെ അടുത്ത സീനിൽ ആ ഒരു വിഷമത്തിന്റെ എല്ലാം പുറത്ത് നമ്മുടെ നായിക നേരെ വീട്ടിലേക്ക് എത്തുന്നു. നായികന്റെ വീട്ടിൽ ഇപ്പം നായിക അവളുടെ അമ്മയെ മാത്രമേ ഉള്ളൂ. അവളുടെ അച്ഛൻ കുറച്ചു നാൾ മുമ്പാണ് മരിച്ചു പോയത്. അങ്ങനെ ഇപ്പൊ നായിക വളരെ സാഡ് ആയിട്ട് വരുന്നത് കണ്ടിട്ട് അവളുടെ അമ്മ ഇപ്പൊ അവളുടെ അങ്കിളിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാണ്. എന്നിട്ട് അങ്കിളിനോട് പറയുകയാണ്, മോൾക്ക് എന്തോ ജോലി ഒട്ടും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു, എല്ലാ ദിവസവും ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വരാറ്. ഇത് കേട്ട അങ്കിള് ഞാനൊന്ന് മോളോട് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് എത്തുന്നു. നായികയ്ക്ക് ചെസ്സൊക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളുടെ മൂടൊന്ന് റെഡിയാക്കാൻ വേണ്ടി അങ്കിൾ അവളോട് വാ മോളെ നമുക്കൊരു ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞ് ചെസ് ബോർഡെല്ലാം എടുത്തു വെക്കുന്നു. അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്കിള് നായികനോട് മോളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുവാണ്. അങ്കിൾ എനിക്ക് ഈ ജോലി ഒട്ടും പറ്റുന്നില്ല, ആകെ മടുത്തു എന്നൊക്കെ അവൾ പറയുവാണ്. അതിപ്പോ മോള് റീസെന്റ് ആയിട്ട് സർവീസിലേക്ക് കയറിയല്ലേ ഉള്ളൂ, കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് സെറ്റ് ആയിക്കോളും. നമ്മുടെ ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെയും മടുപ്പൊന്നും ഉണ്ടാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അയാളിപ്പോ നായികനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ നായികന്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിനു ശേഷം അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുവാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായികയ്ക്ക് ഒരു ഉഷാർ വരുവാണ്. അങ്ങനെ ആ കേസിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുവാണ് അവള്. അടുത്ത സീനിൽ നമ്മുടെ നായിക ആ സൂയിസൈഡ് നടന്ന അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അതിന്റെ ഓണറിന്റെ ഓഫീസിലേക്ക് എത്തുവാണ്. ഗുപ്ത എന്നാണ് അയാളുടെ പേര്. ഗുപ്ത ബിൽഡേഴ്സ് എന്നാണ് അവരുടെ കമ്പനിയുടെ പേര്. അങ്ങനെ ഇപ്പൊ അവിടെയുള്ള മാനേജറിന്റെ അടുത്ത് നായിക പ്രശാന്തിനെ
പ്രശാന്തിന്റെ ഫോട്ടോ കാട്ടിയിട്ട് ഇയാളെ പറ്റി എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവര് പറയാണ് പ്രശാന്തിനെ പറ്റി ഞങ്ങൾക്ക് അധികം ഒന്നും അറിയത്തില്ല. പ്രശാന്ത് ബോസുമായിട്ടായിരുന്നു നല്ല ഡീല്. ഞങ്ങളുടെ കുറെ ഫ്ലാറ്റുകളെല്ലാം അയാൾ സെയിലാക്കാറുണ്ടായിരുന്നു. അതിന് ബോസ് അയാൾക്ക് നല്ല കമ്മീഷനും കൊടുക്കാറുണ്ടായിരുന്നു. ഇത് കേട്ട നായിക എന്നാ ശരി ഞാൻ നിങ്ങളുടെ ബോസിനെ കണ്ടോളാമെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത സീനിൽ നേരെ അയാളെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചതിനെ പറ്റി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. സോ അതിന്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഞാൻ. എന്നിട്ട് നായിക ഫോണിൽ പ്രശാന്തിന്റെ ഫോട്ടോ കാട്ടി കൊടുത്തിട്ട് ഈ പ്രശാന്തുമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ഡീൽ എന്നൊക്കെ ചോദിക്കുവാണ്. മേഡം ഞങ്ങളുടെ പുതിയ കുറെ ഫ്ലാറ്റുകളെല്ലാം ഇയാൾ ആൾക്കാരെ കൊണ്ടുവന്ന് സെയിലാക്കാറുണ്ടായിരുന്നു. ഓരോ ഫ്ലാറ്റ് അങ്ങനെ സെയിലാക്കുന്നതിനും അയാൾക്ക് നല്ല പ്രതിഫലം ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ. അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ നായിക അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവിടേക്ക് ഈ ഗുപ്തന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഒരു നായികനെ കണ്ടതും നീ പോലീസാണോ എന്ന് അവളോട് ചോദിക്കുന്നു. ഇത് കേട്ട നായിക അതേ എന്ന് പറയുവാണ്. ഇത് കേട്ട ഗുപ്തന്റെ ഭാര്യയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ ഗുപ്തന്റെ അടുത്തേക്ക് എന്നിട്ട് നിങ്ങളിത് പോലീസിനെ വിളിച്ചറിയിച്ചോ? പോലീസിനെ എല്ലാം അറിയിച്ച് ഇത് വലിയ പ്രശ്നമാക്കി എന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവര് വല്ലാതെ ടെൻഷൻ ആവുന്ന സമയത്ത് ബോധം കെട്ട് വീഴുവാണ്. ഈ സമയത്ത് ഗുപ്തയും നായികയും കൂടിയിട്ട് അവരെ താങ്ങിയെടുത്ത് റൂമിൽ കൊണ്ടേ കിടത്തുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നായിക ഗുപ്തനോട് കാര്യങ്ങൾ ചോദിക്കുവാണ്. അപ്പൊ ഗുപ്തയെല്ലാം പറയാൻ തുടങ്ങുന്നു. മേഡം എന്റെ മോളെ ആരൊക്കെയോ കൂടി തട്ടിക്കൊണ്ട് പോയിരിക്കുവാണ്. അവളെ കാണാതായിട്ട് ഇന്നേക്ക് 2-3 ദിവസം കഴിഞ്ഞു. ഇത് പോലീസിനെ അങ്ങനെ അറിയിച്ചാ മോളെ ബാക്കി വെച്ചേക്കില്ല എന്നാണ് ആ കിഡ്നാപ്പർ ഞങ്ങളോട് പറഞ്ഞത്. സോ മകളെ കണ്ടെത്താൻ വേണ്ടി ഒരു ഹെൽപ്പിന് വേണ്ടി പോലീസിനെ വിളിച്ചു വരുത്തിയിരിക്കുവാന്ന് എന്റെ ഭാര്യ അറിഞ്ഞിട്ടാണ് അവൾ ടെൻഷൻ ആയെന്ന് ഈ സമയത്ത് ഗുപ്ത നായികനോട് പറയുന്നു. അങ്ങനെ ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാവുന്ന സമയത്ത് നായിക പെട്ടെന്ന് അവിടേക്ക് അവളുടെ സീനിയർ ഓഫീസറെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഇപ്പൊ അയാൾ വന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് അവര് പറയുകയാണ് ആ കിഡ്നാപ്പർ വിളിച്ചപ്പോൾ അയാൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് പോലീസിനെ അറിയിച്ചാൽ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് ബാക്കി കിട്ടില്ല എന്ന്. സോ അത് പേടിച്ചിട്ടാണ് ഞങ്ങൾ പോലീസിനെ അറിയിക്കാത്തത്. ഇത് കേട്ട പോലീസുകാരൻ പറയുകയാണ് ആ കിഡ്നാപ്പർ പറയുന്നത് കേട്ട് നിങ്ങൾ ഇത്രയും ദിവസം പോലീസിനെ അറിയിക്കാതിരുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ശരി അയാൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്ര തവണ കോൾ ചെയ്തിട്ടുണ്ട്? ഒരു 3-5 പ്രാവശ്യം വിളിച്ചു എന്ന് ഗുപ്തന്റെ ഭാര്യ പറയുന്നു. ശരി എന്നാ നമ്പറെല്ലാം നമുക്ക് ട്രേസ് ചെയ്യാന്നും പറഞ്ഞ് അവരതെല്ലാം കളക്ട് ചെയ്യുവാണ്. അങ്ങനെ സൈബർ സെല്ലിലേക്ക് കൊടുത്തിട്ട് അതിന്റെ ലൊക്കേഷൻ എല്ലാം ചെക്ക് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ആ കോളുകളെല്ലാം വന്നിരിക്കുന്നത് പല രാജ്യങ്ങളിൽ നിന്നാണ്. അതായത് ലൊക്കേഷൻ എല്ലാം ഫേക്ക് ആണ്. സോ ഇനിയൊരു പ്രാവശ്യം കൂടി കോൾ വരുവാണെങ്കിൽ നമുക്ക് ലൈവായി ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ നോക്കാന്നൊക്കെ സൈബർ സെല്ലിലെ ആൾക്കാർ പറയുവാണ്. ഇത് കേട്ട നായിക ശരി ഇനി കിഡ്നാപ്പർ എപ്പോഴാണ് വിളിക്കാൻ ചാൻസ് ഉള്ളേ എന്നൊക്കെ ചോദിക്കുന്നു. ആ കിഡ്നാപ്പർ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ പൈസന്റെ കാര്യമൊന്നും സംസാരിച്ചില്ലായിരുന്നു. സോ അത് സംസാരിക്കാനായിട്ട് 2 ദിവസം കഴിയുമ്പോൾ വിളിക്കാന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കോൾ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഗുപ്തന്റെ ഭാര്യ പറയുന്നു. അങ്ങനെ ഇപ്പൊ അവരെല്ലാരും കൂടി കൂടിയിട്ട് ആ കോളിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഈവനിങ് ആവുന്ന സമയത്ത് ആ കിഡ്നാപ്പർ ഇവരെ കോൾ ചെയ്യുന്നു. ഇങ്ങനെ ഒരു കോൾ വന്നാൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി സർവ്വസന്നാഹങ്ങളുമായിട്ടിരിക്കുന്ന പോലീസുകാരാണെങ്കിൽ ഇപ്പൊ അത് ട്രാക്ക് ചെയ്യുന്നു. എന്നാൽ ഇപ്രാവശ്യം കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നില്ല. ഇപ്പൊ കിഡ്നാപ്പർ വിളിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ 1 കോടി രൂപയായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണമെന്നാണ്. സോ ഇനി എന്തായാലും അയാളുടെ ഡിമാൻഡ് അംഗീകരിക്കാതെ വേറെ നിവൃത്തിയില്ല. എന്നാൽ ആ കിഡ്നാപ്പറെ വെറുതെ അങ്ങ് വിടാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നായിക ഈ സമയത്ത് മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യുവാണ്. ആ കിഡ്നാപ്പർ പറഞ്ഞിരിക്കുന്ന 1 കോടി രൂപയായിട്ട് നാളെ അയാൾ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ഗുപ്തന്റെ ഭാര്യനോട് വരാനല്ലേ. സോ നാളെ ഗുപ്തന്റെ ഭാര്യയ്ക്ക് പകരമായിട്ട് നമ്മുടെ നായികയായിരിക്കും ആ പണം കൊണ്ട് പോവുക. അങ്ങനെ പോകുന്ന നായിക ആ കിഡ്നാപ്പറെ പിടിക്കുകയും ചെയ്യും, ഗുപ്തന്റെ മകളെ സേവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എല്ലാ പ്ലാനിങ്ങുമായിട്ട് നമ്മുടെ നായിക അവരാവശ്യപ്പെട്ട പണവുമായിട്ട് അടുത്ത ദിവസം അവരാവശ്യപ്പെട്ട സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ആ കിഡ്നാപ്പർ ആ സമയത്ത് അയാളുടെ മറ്റൊരാളെ പറഞ്ഞുവിട്ട് നായകന്റെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വമായിട്ട് ആ പണവുമായിട്ട് രക്ഷപ്പെടുന്നു. അങ്ങനെ നമ്മുടെ നായിക പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വെറുതെ ആവുകയാണ്. അതായത് നായകന്റെ കഷ്ടപ്പാടെല്ലാം വെറുതെ ആവുന്നു. അങ്ങനെ മൂവിന്റെ ഈ ഭാഗത്താണ് ഇന്റർവ്യൂ വരുന്നത്. ശരി കിഡ്നാപ്പറെ കിട്ടിയില്ലെങ്കിലും വേണ്ട, ഗുപ്തന്റെ മകളെങ്കിലും തിരികെ കിട്ടൂലോ എന്നൊക്കെ നായിക വിചാരിക്കുന്നുണ്ട്. എന്നാൽ ആ പണം കിട്ടിയിട്ടും കിഡ്നാപ്പർ ആണെങ്കിൽ ഗുപ്തന്റെ മകളെ അവിടേക്ക് തിരികെ വിട്ടിട്ടില്ല. ഇതറിയുന്ന നമ്മുടെ നായിക ആ കിഡ്നാപ്പർ ലാസ്റ്റ് ആയിട്ട് വിളിച്ച നമ്പറിലേക്ക് തിരികെ വിളിക്കുവാണ്. എന്നാൽ അതിലേക്ക് കോള് പോകുന്നില്ല. അങ്ങനെ കിഡ്നാപ്പർ പറ്റിച്ചു എന്നുള്ള കാര്യം നായിക മനസ്സിലാക്കുന്നു. ഇതേ സമയം ഗുപ്തന്റെ വീട് കാണിക്കുവാണ്. മകളെ ഇനിയും തിരികെ കിട്ടിയില്ല എന്ന് മനസ്സിലാവുന്ന സമയത്ത് ഗുപ്തന്റെ ഭാര്യ വീണ്ടും മയങ്ങി വീഴുന്നു. അങ്ങനെ ഗുപ്ത പെട്ടെന്ന് തന്നെ അവിടേക്ക് ഡോക്ടർമാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് വേണ്ട ചികിത്സകളെല്ലാം കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് അയാൾ ഭയങ്കര സാഡായി നിൽക്കുന്ന അതേ സമയമാണ് നായിക വീട്ടിലേക്ക് തിരികെ എത്തുന്നത്. സോ ഇപ്പൊ പ്ലാൻ എല്ലാം ഭയങ്കര ഡ്രോപ്പ് ആയതുകൊണ്ട് തന്നെ നായകനോട് അയാൾ ദേഷ്യപ്പെടുന്നു. അതിൽ വീട് വിട്ട് ഇറങ്ങി പോകാനും പറയുവാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയ നമ്മുടെ നായികയ്ക്കാണെങ്കിൽ മൈൻഡ് ഒട്ടും റെഡി ആവുന്നില്ല. ഫുള്ള് സാഡാണ്. പ്ലാൻ അങ്ങനെ ഫ്ലോപ്പ് ആയി പോയതിന്റെ ആ ഒരു നിരാശയും വിഷമവും എല്ലാം അവളുടെ മനസ്സിലുണ്ട്. ഇതേ സമയത്ത് വീട്ടിലുള്ള ഗുപ്തനെ കാണിക്കുന്നു. അയാളിപ്പോ അയാളുടെ മകളുടെ ഫോട്ടോയെല്ലാം എടുത്തു വെച്ച് അവളെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം നമ്മുടെ നായിക ഓഫീസിലേക്ക് എത്തുന്നു. ഈ സമയത്ത് സീനിയർ ഓഫീസർ നായികനെ വിളിച്ച് കുറെ വഴക്ക് പറയുവാണ്. കാരണം ഇന്നലെ ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആയി പോയല്ലോ. അങ്ങനെ സീനിയർ ഓഫീസറിന്റെ വായി കിടക്കുന്ന ചീത്തയെല്ലാം കേട്ട നമ്മുടെ നായിക അവിടുന്ന് ഒരുപാട് ശോകമായിട്ട് ഇറങ്ങുവാണ്. അടുത്ത സീനിൽ ഒരു കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരുപാട് സാഡായി അങ്ങനെ കുറെ നേരം അവിടെ ഇരിക്കുന്നു. അതിൽ അവിടുന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിലെന്തൊക്കെയോ കുത്തി കുറിക്കുകയൊക്കെ ചെയ്യുവാണ്. അതിന് നമ്മുടെ നായിക ഒന്ന് വാഷ്റൂമിൽ പോയി തിരികെ വരുന്ന സമയത്ത് അവിടെ വിത്ര എന്ന് പറയുന്ന ഒരു ബുക്ക് ഇരിക്കുന്നു. ഈ ബുക്ക് ആരെവിടെ കൊണ്ടുവച്ചത് ഇങ്ങനെയെല്ലാം വിചാരിച്ച് നമ്മുടെ നായിക ഇപ്പൊ അത് എടുത്ത് നോക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മുടെ നായിക വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു. നായികന്റെ ശോകം ഒട്ടും മാറാത്തതുകൊണ്ട് തന്നെ അവളുടെ അമ്മ ഇപ്പൊ വീണ്ടും അവളുടെ അങ്കിളിനെ അവിടേക്ക് വിളിച്ചു വരുത്തുവാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ നായികന്റെ റൂമിലേക്ക് അങ്കിൾ എത്തിയിട്ട് വാ മോളെ നമുക്കൊരു ചെസ് കളിക്കാമെന്നും പറഞ്ഞ് അവളെ വിളിക്കുവാണ്. അങ്ങനെ അവളോട് ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്കിൾ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ നായിക അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതായത് ഗുപ്തന്റെ മകളെ സേവ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരുപാട് കരയുന്നു. ഈ സമയത്ത് അങ്കിൾ അവളോട് പറയുകയാണ് മോളെ നീ എന്റെ കൂടെ ചെസ് കളിക്കുമ്പോൾ ഒരിക്കൽ പോലും തോറ്റിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയാവോ? നീ ചെസ് കളിക്കുന്ന സമയത്ത് ഫുൾ ഫോക്കസും അതിലേക്ക് വെക്കും. നീ മനസ്സുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടാണ് ഈ ചെസ് കളിക്കുന്നത്. അതേപോലെ നീ നിന്റെ പ്രൊഫഷനെയും കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ ഫുൾ ഫോക്കസും വെച്ചുകൊണ്ട് നീ നിന്റെ ജോലികൾ ചെയ്യ്. തീർച്ചയായിട്ടും നിനക്ക് ജയിക്കാൻ പറ്റും.
ഇങ്ങനെല്ലാം പറഞ്ഞ അവളുടെ മൈൻഡ് നോക്കിയേക്കിയതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ നായികന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് അവൾക്കൊരു സാധനം കിട്ടുന്നു. അത് തുറന്നു നോക്കുന്ന സമയത്ത് അവൾക്ക് ഇന്നലെ ആ കോഫി ഷോപ്പിൽ നിന്ന് കിട്ടിയ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഫ്രണ്ടിലെ സിമ്പിൾ ആയിരുന്നു അത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക ആ ചിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെപ്പറ്റി എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. അതിലെ ആ ബുക്കും ഇപ്പൊ ഈ കിട്ടിയ ഡയഗ്രവും ഇതൊക്കെ ആരായിരിക്കും ഇവിടെ കൊണ്ടുകിട്ടിയെന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ബുക്കിനെ പറ്റി അവൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റിയും വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ നായിക അടുത്ത സീനില് ഇന്നലെ പോയ കോഫി ഷോപ്പിലേക്ക് പോയിട്ട് ആ ബുക്ക് അവിടെ ഇന്നലെ കൊണ്ടുവച്ച ആരാണെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ CCTV എല്ലാം ചെക്ക് ചെയ്യുന്നു. എന്നാലും അത് കൊണ്ടുവച്ച ആളെ CCTVയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഇവിടെ നമ്മുടെ നായകൻ വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണ്. അടുത്ത സീനിൽ ഗുണ്ടു എന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കുവാണ്. അയാളിപ്പോ ഫോണിൽ ഒരു പുതിയ സിമ്മെല്ലാം എടുത്തിട്ട് ഗുപ്തന്റെ ഭാര്യനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരികെ വേണ്ടേ, അവളിപ്പോ എന്റെ കസ്റ്റഡിയിലാണ്, അവളെ വിട്ടുകിട്ടണമെങ്കിൽ 15 ലക്ഷം രൂപ തരണം എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുന്ന ഗുപ്തന്റെ ഭാര്യ, നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് തരാം, എനിക്ക് എന്റെ മകളെ എത്രയും വേഗം തിരികെ വേണം എന്നൊക്കെ പറയുന്നു. ശരി, നിങ്ങൾ പൈസ എവിടെ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ പിന്നെ വിളിച്ചു പറയാം. ഇങ്ങനെ പറഞ്ഞ അയാൾ ഈ സമയത്ത് കോളും കട്ട് ചെയ്യുന്നു. അങ്ങനെ പോലീസിനെ അറിയിക്കാതെ അവരിത് ഡീൽ ചെയ്യാന്നൊക്കെ വിചാരിക്കുവാണ്. എന്നാൽ ഇതേ സമയം തന്നെ പോലീസുകാർ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു. കാരണം ഗുപ്തന്റെ ഭാര്യന്റെ ഫോണിലേക്ക് ഏത് കോൾ വന്നാലും അത് ട്രേസ് ചെയ്യണമെന്ന് നായിക സൈബർ സെല്ലിലെ ഓഫീസറോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നമ്മുടെ നായിക കഴിഞ്ഞ പ്രാവശ്യം മിസ്സായ പോലെയല്ല, ഇപ്രാവശ്യം എന്തായാലും ആ കിഡ്നാപ്പറെ പിടിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നായിക പ്രശാന്തിന്റെ ആ കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. പ്രശാന്ത് മരിക്കുന്ന സമയത്ത് അയാളുടെ ഫോണിലേക്ക് ലാസ്റ്റ് ആയിട്ട് വന്ന കോള് മണി എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ ആണെന്നും പറയുന്നുണ്ടായിരുന്നു. അയാളെ പറ്റി അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ നായിക. ഇപ്പൊ അങ്ങനെ അന്വേഷിച്ച് നമ്മുടെ നായിക അവസാനം ഒരു കാര്യം കണ്ടെത്തുന്നു. ആ മണി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് നായിക അന്ന് പോയി കണ്ട ഗുണ്ടു എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെയാണെങ്കിൽ അന്ന് അവൻ നായികനോട് പറഞ്ഞതെല്ലാം കള്ളമാണല്ലോ, അതുകൊണ്ട് അവനെ എത്രയും വേഗം പിടിക്കണം എന്നൊക്കെ നായിക ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ച് അവന്റെ താവളം എല്ലാം കണ്ടെത്തി നമ്മുടെ നായിക അവിടെ പോയിട്ട് അവനെ പിടികൂടുവാണ്. അതിൽ അവിടെ ഇട്ട് അവന് നല്ല തല്ലും കൊടുക്കുന്നു. ഈ സമയം ആ സ്ഥലത്ത് ആരോ കെട്ടിവെച്ച രീതിയിൽ കുറച്ച് കയറ് കിടപ്പുണ്ടായിരുന്നു. അതിലെ കുറച്ച് ബീറും കുപ്പിയെല്ലാം പൊട്ടി കിടപ്പുണ്ട്. അതിലെ കുറച്ച് ബ്ലഡിന്റെ തുള്ളികളും അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഇപ്പൊ അവനെ ശരിക്കും ഒന്ന് എടുത്തിട്ട് കുടഞ്ഞ് നമ്മുടെ നായിക ഈ കാര്യങ്ങൾ യോജിക്കുന്നു. അപ്പൊ അവൻ പറയുവാണ്, ഞാനും പ്രശാന്തും കൂടി ഒരു പെൺകുട്ടീനെ ഇവിടേക്ക് തട്ടിക്കൊണ്ടുവന്നതാണെന്ന്. ഇത് കേട്ട നായിക ഒന്ന് ഞെട്ടുന്നു. ഏത് പെൺകുട്ടിയും ചോദിക്കുവാണ്. അപ്പോഴാണ് അവൻ പറയുന്നത് അത് പ്രശാന്തിന്റെ ബോസിന്റെ മകളാണെന്ന്. ഇത് കേട്ട നമ്മുടെ നായിക ആകെ ഷോക്കാവുന്നു. അപ്പൊ ഗുപ്തന്റെ മകളെ തട്ടിക്കൊണ്ടു വന്നത് ഇവനും പ്രശാന്തും കൂടിയാണെന്നുള്ള കാര്യം ഈ സമയത്താണ് നായിക മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ നായിക വീണ്ടും അവനെ എടുത്തിട്ട് തല്ലുന്നു. എന്നിട്ട് ഇപ്പൊ ആ പെൺകുട്ടി എവിടെയുള്ള എന്നൊക്കെ ചോദിക്കുവാണ്. മേഡം അവളെ പ്രശാന്ത് ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, അതിന്റെ എവിടേക്കാ മാറ്റിയെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഇത് കേട്ട നായിക അപ്പൊ എന്നാ പെൺകുട്ടിനെ വിട്ടുതരാമെന്നും പറഞ്ഞുകൊണ്ട് ആ 1 കോടി രൂപ ഞങ്ങളെ തട്ടിച്ച് വാങ്ങിക്കൊണ്ട് പോയത് നിങ്ങളാണോ എന്ന് ചോദിക്കുന്നു. പ്രശാന്ത് അപ്പോഴേക്കും മരിച്ചു പോയായിരുന്നല്ലോ, സോ അത്രയും വലിയ തുകയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ പ്രശാന്തിന്റെ കൂടെ നിന്ന് അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എനിക്കൊരു 5 പൈസ പോലും കിട്ടാത്തതുകൊണ്ട് റീസെന്റ് ആയിട്ട് ഞാൻ ഗുപ്തന്റെ ഭാര്യനെ വിളിച്ച് ഒരു 15 ലക്ഷം രൂപ ചോദിച്ചായിരുന്നു. അതല്ലാതെ ഈ കേസിനിടയ്ക്ക് ഞാൻ കളിച്ചിട്ടില്ല എന്നൊക്കെ ഈ സമയത്ത് അവൻ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക അവിടെ നിന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതേ സമയം തന്നെ നായികന്റെ അസിസ്റ്റന്റ് നായികനെ കോൾ ചെയ്തിട്ട് പറയുകയാണ്, മേഡം കുറച്ചു നാളായിട്ട് അടുപ്പിച്ച് കുറെ വീടുകളിൽ മോഷണം നടക്കുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഏകദേശം ആ പ്രതിനെ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. അങ്ങനെ മോഷണം നടന്ന എല്ലാ വീടുകളിലും റീസെന്റ് ആയിട്ട് AC പിടിപ്പിച്ചിട്ടുണ്ട്. സോ പ്രതി ആ വീട്ടിലെല്ലാം AC പിടിപ്പിക്കാൻ വന്ന എംപ്ലോയി ആവാനാണ് ചാൻസ്. ഇത് കേട്ട നായിക ശരി അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാൻ പറഞ്ഞ് അതെല്ലാം നോട്ട് ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് നേരെ ആ വ്യക്തിന്റെ വീടിന്റെ മുമ്പിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് ആ വീട് അവിടെ പൂട്ടി കിടക്കുമായിരുന്നു. ശരി, അവർ തിരികെ വരുന്നോളം വരെ അവരെ വെയിറ്റ് ചെയ്യാമെന്ന് നായിക വിചാരിക്കുന്നു. ഈ സമയത്താണ് നായിക നേരത്തെ മണിയോട് സംസാരിച്ച സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യത്തിനെ പറ്റി ആലോചിക്കുന്നത്. സംഭവം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നേരത്തെ അവനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവൻ വലിയൊരു സത്യം നായികനോട് പറയുന്നുണ്ടായിരുന്നു. മകളെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ് പ്രശാന്തിന് അങ്ങനെ ഒരു ദൗത്യം കൊടുത്തത് മറ്റാരുമല്ല അവളുടെ തന്നെ അച്ഛനായ ഗുപ്തയാണ്. അങ്ങനെ അതറിഞ്ഞ നായിക അവിടുന്ന് നേരെ ഗുപ്തനെ പോയി മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാളോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ പറയുവാണ് അയാളുടെ ബിസിനസ്സിൽ അയാൾക്ക് ഒരുപാട് എനിമീസ് ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനിയായിരുന്നു ആ നാട്ടിൽ അവിടുത്തെ MLA. സോ ബിസിനസ്സിലൊന്ന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ആ MLAനെ വെട്ടി വീഴ്ത്തണം എന്നുള്ള കാര്യം ഗുപ്തയ്ക്ക് അറിയായിരുന്നു. സോ തന്റെ മകളെ പ്രശാന്തിനെ വെച്ച് കിഡ്നാപ്പ് ചെയ്യിപ്പിച്ച് ആ കേസ് MLAന്റെ തലയിലിട്ട് അങ്ങനെ അയാളെ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാനായിരുന്നു ഗുപ്തന്റെ പ്ലാൻ. അങ്ങനെ ഗുപ്ത പറഞ്ഞ പോലെ എല്ലാം പ്രശാന്ത് ചെയ്യുകയും ചെയ്തു. ഗുപ്തന്റെ മകളെ തട്ടിക്കൊണ്ടുവന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നാൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രശാന്ത് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ആക്ച്വലി ഗുപ്ത ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് MLAക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയാണല്ലോ. സോ ഈ കാര്യങ്ങളെങ്ങാനും MLAന്റെ ആൾക്കാർ പറഞ്ഞാൽ പിന്നെ പ്രശാന്തിനെ ബാക്കി വെച്ചേക്കില്ല എന്ന്. അതിൽ ഇനി ഈ ദൗത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാ ചിലപ്പോൾ ഗുപ്ത തന്നെ അവനെ ഇല്ലാതാക്കും. സോ ആ ഒരു ടെൻഷനെ പുറത്ത് വേറെ നിവൃത്തിയില്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവനാണെങ്കിൽ സൂയിസൈഡ് ചെയ്ത് മരിക്കുവാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായി. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ നായിക ഗുപ്തനെ ഒരുപാട് വഴക്ക് പറയുന്നു. സ്വന്തം മകളെ വെച്ച് ഇത്ര വലിയൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി സാറെന്നൊക്കെ നായിക ഗുപ്തനോട് ചോദിക്കുവാണ്. എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് ചാടിയത്. എന്നാൽ ചെയ്തു പോയത് വലിയ മണ്ടത്തിലാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. പ്രശാന്ത് മരിച്ചതോടെ എന്റെ മകളിപ്പോ എവിടെയുള്ളതെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞ് ഗുപ്ത ഇപ്പൊ പൊട്ടിക്കരയുന്നു. അങ്ങനെ ഇപ്പൊ പ്രസന്റ്ലി ഈ കാര്യങ്ങളെല്ലാം വണ്ടിയിലിരുന്ന് നമ്മുടെ നായിക ഇങ്ങനെ ആലോചിക്കുവാണ്. അതായത് ആ വീടുകളിലെല്ലാം മോഷണം നടത്തിയ വ്യക്തിയെ പിടിക്കാൻ വേണ്ടി നായിക അയാളുടെ വീടിന് മുമ്പിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ ആ സമയത്ത്. അങ്ങനെ ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ വ്യക്തി അയാളുടെ ഫാമിലിയും കൂടി വീട്ടിലേക്ക് തിരികെ എത്തുവാണ്. അങ്ങനെ ഇത് കണ്ട നായിക നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ നായകനെ കാണുന്ന സമയത്ത് ആ വ്യക്തിന്റെ മുഖത്താണെങ്കിൽ പ്രത്യേകിച്ച് ഭാവം മാറ്റമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക മോഷണം നടന്ന വീടുകളെ പറ്റി എല്ലാം പറഞ്ഞിട്ട് അവിടെ AC പിടിപ്പിച്ചത് നിങ്ങളല്ലേ ചോദിക്കുന്നു. ഈ സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ട് അതെ മേഡം അവിടെ AC പിടിപ്പിച്ചത് ഞാനാണ്, അത് മാത്രമല്ല ആ വീടുകളെല്ലാം മോഷണം നടത്തിയത് ഞാനാണെന്ന് പറയുന്നു. അയാൾ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നമ്മുടെ നായിക താൻ എന്തിനു വേണ്ടി അങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്. കോടീശ്വരന്മാരായ ആൾക്കാര് വീണ്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെറ്റത്തരാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് നാട്ടില് ജോലിയും കൂലിയില്ലാതെ ഒരുപാട് ചെറുപ്പക്കാര് വെറുതെ നടക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു ചാൻസ് പോലും കിട്ടുന്നില്ല നല്ലൊരു ലൈഫിലേക്ക് കയറിയെത്താൻ. സോ ഞാൻ അങ്ങനെ
അങ്ങനെ മോഷണം നടത്തി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് അതുപോലുള്ളവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നായിക അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ നായിക വീട്ടിൽ നിന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് വണ്ടിയിലുള്ള ഡ്രൈവറിനോട് എടോ വണ്ടി എടുക്കും നമുക്ക് പോവാന്ന് പറയുകയാണ്. അപ്പൊ ഡ്രൈവർ അപ്പൊ ഇയാളും അല്ല മാഡം പ്രതി എന്ന് ചോദിക്കുന്നു. ഈ സമയം നായിക റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായിക വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ അമ്മ നായികയുടെ തലമുടിയെല്ലാം കെട്ടിക്കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നായിക അമ്മേനോട് പറയാണ്, അമ്മ എനിക്ക് ഇനി ജോലി ശരിയാവില്ല, ഞാനിത് ഒഴിവാക്കാൻ പോവാണ്. അങ്ങനെ അമ്മേനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അടുത്ത ദിവസം നമ്മുടെ നായിക നേരെ സീനിയർ ഓഫീസറെ കണ്ട് റിസൈൻ ലെറ്റർ ഒപ്പിട്ട് കൊടുക്കുവാണ്. ഈ സമയത്താണ് നായിക മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. ഇന്നലെ ആ മോഷണമെല്ലാം നടത്തിയ പ്രതിന്റെ വീട്ടിൽ നായിക പോയിട്ടുണ്ടായിരുന്നല്ലോ. അയാളോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആ വീടിന്റെ അകത്ത് നിന്ന് ഗുപ്തന്റെ മകൾ ഇറങ്ങി വരുവാണ്. ഇവളെ കാണുന്ന സമയത്ത് നമ്മുടെ നായിക ആകെ ഞെട്ടിപ്പോകുന്നു. ഇത് ഗുപ്തന്റെ മകളല്ലേ എന്ന് ചോദിക്കുവാണ് നായിക ഈ സമയത്ത്. അതെ മേഡം, ഇത് ഗുപ്തന്റെ മകളാണ്. ഇവരുടെ വീട്ടിൽ മോഷണം നടത്താൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുട്ടീനെ കാണാനില്ല, അവളെ ആരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്തയല്ല ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആ കിഡ്നാപ്പറെ പോലെ ഇവളുടെ അമ്മേനെ വിളിച്ച് 1 കോടി രൂപ ഞാൻ ചോദിച്ചു. മേഡം അത് കൊണ്ടുപോയി തന്ന സമയത്ത് അത് അവിടുന്ന് കൊണ്ടുവന്നത് എന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിച്ചത് ഞാനാണ്. എന്നാൽ ആ സമയത്ത് ഈ പെൺകുട്ടി എന്റെ കൂടെ ഇല്ലായിരുന്നു. ആ പൈസ കിട്ടിയതിന് ശേഷം ഞാൻ ഇവളെ അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് നായിക എന്നിട്ട് ഈ പെൺകുട്ടിനെ വീട്ടിലേക്ക് പറഞ്ഞയക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ട് ആ പെൺകുട്ടി സംസാരിക്കുകയാണ്, മാഡം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്റെ അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നാണ്. പക്ഷെ അച്ഛന്റെ ബിസിനസ് ഡെവലപ്പ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ അച്ഛൻ എന്നെ അതിനൊരു കരുവാക്കി മാറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സോ എന്റെ മൈൻഡ് ഒന്ന് റെഡി ആവുന്നോളം വരെ ഞാൻ ഇവിടെ നിന്നോളാം, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പൊക്കോളാന്നോ ആ പെണ്ണ് പറയുകയാണ്. ഇതേ സമയം തന്നെ ആ മോഷണം നടത്തിയ വ്യക്തി ഉണ്ടല്ലോ, അയാൾ പറയാണ്, മാഡം ഞാൻ ചെയ്തത് എന്തെങ്കിലും തെറ്റാണെന്ന് മാഡത്തിന് തോന്നുവാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന്. ഇത് കേട്ട നമ്മുടെ നായിക അവിടെ നിന്നൊന്നും മിണ്ടാതെ ഇറങ്ങി വരുവാണ്. സോ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നായിക ഇനി എന്തായാലും ഈ ജോലി വേണ്ടാന്നുള്ള രീതിയിൽ അങ്ങനെ ഇപ്പൊ സീനിയർ ഓഫീസറെ കണ്ട് റിസൈൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് ഇറങ്ങി പോരുകയും ചെയ്യുന്നത്. സോ നായിക ഈ പ്രൊഫഷനിലോട്ട് ആപ്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജോലി വാങ്ങിയെന്ന് നമുക്കൊരു ചിന്ത വരും. ആക്ച്വലി അവളുടെ അച്ഛനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു, അതേ സർവീസിലേക്ക് തന്നെ മരിച്ചു പോയതാണ്. സോ അങ്ങനെയാണ് നായികയ്ക്ക് ഈ ജോലി കിട്ടിയത്. അങ്ങനെ ഇപ്പൊ ആ ജോലി തനിക്ക് ചേരാത്തോണ്ട് അത് ഒഴിവാക്കി നായിക പോരുന്നതായിട്ടും കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവിയിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോറി എല്ലാം ഒരു തട്ടിക്കൂട്ട് സ്റ്റോറി ആയിരുന്നു. ഒന്നിനോടും അങ്ങ് സിങ്ക് ആവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഈ സ്റ്റോറിനെ പറ്റി തോന്നിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഇതുപോലുള്ള പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.